ഹായ് ഫ്രണ്ട്സ്, എജോബേഴ്സ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CUET ആൻഡ് NCT മാത്തമാറ്റിക്സിലെ ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇക്വേഷനും ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ തന്നെ പുതിയൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് നമ്പർ ഉണ്ട്. അതായത് നാച്ചുറൽ നമ്പർ, പിന്നെ ഓഡ് നമ്പർ, ഈവൻ നമ്പർ, 5ൻ്റെ മൾട്ടിപ്പിള്, അങ്ങനത്തെ കുറച്ച് നമ്പർ ഉണ്ട്. അപ്പോൾ ഈ നമ്പറിൻ്റെ ആവറേജ് കാണാനുള്ള കുറച്ച് ഇക്വേഷൻസും അതിൻ്റെ പ്രോബ്ലംസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആവറേജ് മാത്രമല്ല ഡിസ്കസ് ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ട് സമ്മും കൂടി ഡിസ്കസ് ചെയ്യുന്നത്. സമ്മ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ. അതെന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ആവറേജും സമ്മ് ഈ രണ്ട് ടേംസും തമ്മിൽ അതിൻ്റെ ഇക്വേഷൻസ് തമ്മിൽ ചെറിയൊരു മാറ്റമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ആവറേജിനെ റിലേറ്റഡ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ സമ്മും കൂടി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടന്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ അടുത്ത വേറെ ടോപ്പിക്കാണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സും. അപ്പോൾ ആദ്യം നാച്ചുറൽ നമ്പർ എന്താ മനസ്സിലാവണം. നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ നമ്മൾ എണ്ണൽ സംഖ്യകളാണ്. നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. അതായത് 1 മുതൽ എക്സെട്രാ പോകുന്ന നമ്പർ 1, 2, 3, 4 അങ്ങനെ എക്സെട്രാ പോകും. അതാണ് നാച്ചുറൽ നമ്പർ. ഇനി നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് അതായത് ഇപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. 1 മുതൽ 10 വരെ എത്ര നമ്പറാണുള്ളത്? 10 നമ്പറാണുള്ളത്. അപ്പോൾ 10 × 10 + 1/2 ഇത്ര ചെയ്താൽ മതി. 10 + 1/2 11/2 = 5.5 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. n + 1/2 ആണ് ഇക്വേഷൻ. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ n + 1/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ സമ്മും കൂടി പഠിക്കുക. സമ്മ് കാണാനുള്ള ഇക്വേഷൻ n × n + 1/2. ഓക്കെ, അപ്പം ആവറേജ് കാണാനുള്ള ഇക്വേഷൻ n + 1/2 ആണ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. സമ്മ് കാണാനുള്ള ഇക്വേഷൻ n × n + 1/2 ആണ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു n മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാ നമ്പർ സീരീസിനും, അതായത് നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, അങ്ങനെ കുറേ നമ്പർ ഉണ്ട്. സ്ക്വയർ ഉണ്ട്, പിന്നെ ഈവൻ നമ്പർ, ഓഡ് നമ്പർ, അങ്ങനത്തെ കുറേ നമ്പർ ഉണ്ട്. എങ്ങനെ വന്നാലും ഈ എല്ലാ നമ്പറിൻ്റെയും സമ്മിൻ്റെ ഒരു n കുറച്ചാൽ അതായിരിക്കും ആവറേജ് കാണുന്ന ഇക്വേഷൻ. ഇവിടെ എക്സാമ്പിൾ, ഇപ്പം നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണുന്ന ഇക്വേഷൻ എന്താണ്? സമ്മ് കാണുന്ന ഇക്വേഷൻ n × n + 1/2 ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഈ n കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആവറേജിൻ്റെ ഇക്വേഷനായിട്ട് മാറി. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അടുത്തത് ആവറേജ് ഓഫ് ഫസ്റ്റ് 20 നമ്പേഴ്സ്. ആദ്യത്തെ 20 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാനാണ് പറഞ്ഞത്. അതായത് 1 മുതൽ 20 വരെയുള്ള നമ്പറിൻ്റെ ആവറേജ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തേനി? n + 1/2 ആയിരുന്നു ഇക്വേഷൻ. അതായത് 20 + 1/2, അതായത് 21 × 2, അപ്പോൾ 10.5. ഇതാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ ഡൗട്ട് ഉണ്ടാവും. n എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എത്ര എണ്ണമുണ്ട്, അതാണ് n കൊണ്ട് അർത്ഥമാക്കുന്നത്. എത്ര എണ്ണമാണ് ഉള്ളത്, അതാണ് n കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ആവറേജ് ഓഫ് ഫസ്റ്റ് ടു 50 നമ്പേഴ്സ്. ആദ്യത്തെ 50 നമ്പറിൻ്റെ, അപ്പോൾ 1 to 50 വരെയുള്ള നമ്പർ, 1, 2, 3, 4 തുടങ്ങിയിട്ട് 48, 49, 50 വരെയുള്ള നമ്പറിൻ്റെ ആവറേജ് ആണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ആകെ n-ൻ്റെ വാല്യൂ 50 ആണ്. അതായത് 50 എണ്ണമാണ് അവിടെ ഉണ്ടാവുക, 50 നമ്പറാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ n + 1/2 ആണ് ആവറേജിൻ്റെ ഇക്വേഷൻ. അതായത് 50 + 1/2, അതായത് 51 × 2 25.5. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത സം ഓഫ് ഫസ്റ്റ് ടു 100 നമ്പേഴ്സ്. അതായത് 1 മുതൽ 100 വരെയുള്ള നമ്പർ കൂട്ടിയാൽ എത്ര കിട്ടും? 1 മുതൽ 1, 2, 3 ഇങ്ങനെ പോയി 98, 99, 100 ഇതുവരെയുള്ള നമ്പർ കൂട്ടിയാൽ എത്ര കിട്ടും? അതായത് 1 + 2 + 3 എക്സെട്രാ 98 + 99 + 100 ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? അതാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ n × n + 1/2 ആയിരുന്നു. അതായത് ആവറേജിൻ്റെ ഇക്വേഷൻക്ക് ഒരു n ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ n എന്ന് പറഞ്ഞാൽ 100 × 100
പ്ലസ് 1 ഹരിക്കണം 2. അതായത് 100 ഇൻറ്റു 101 ഹരിക്കണം 2. 100 ഇൻറ്റു 101 ഹരിക്കണം 2 വരുമ്പം 101 ഇടുക, 2 0 ഇട്ട് കൊടുക്കുക, ഹരിക്കണം 2. അപ്പോൾ എത്ര വരും? 5050 ആൻസറായിട്ട് വരും. അതായത് 5050 ആൻസറായിട്ട് വരിക. ഓക്കെ, 5050 ആൻസറായിട്ട് വരിക. ഇനി അതേപോലെ സം ഓഫ് ഫസ്റ്റ് ടു 25 നമ്പേഴ്സ്, 1 മുതൽ 25 വരെയുള്ള നമ്പറിൻ്റെ സമ്മാണ് കാണാൻ പറഞ്ഞത്. 1 മുതൽ 25 വരെയുള്ള സം, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്രാ പോയി 22 പ്ലസ് 23 പ്ലസ് 24 പ്ലസ് 25 അതിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഇതാണ്, n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ, അപ്പോൾ 25 നമ്പറാണ്. 25 പ്ലസ് 1 ഹരിക്കണം 2. അതായത് 25 ഇൻറ്റു 26 ഹരിക്കണം 2. അപ്പോൾ എത്ര വരും? 325 ആൻസറായിട്ട് വരും. ഓക്കെ, 325 ആൻസറായിട്ട് വരും. അപ്പം സമ്മ് കാണില്ല, നാച്ചുറൽ നമ്പറിൻ്റെ സമ്മും ആവറേജും കാണാനുള്ള ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, ടോപ്പിക് ആവറേജ് ആണെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടാണ് സമ്മ് വരുന്നത്. അതുകൊണ്ടാണ് അത് രണ്ടും പഠിച്ചത്. സമ്മും ആവറേജ് കാണുന്ന ഇക്വേഷൻ വ്യത്യാസം എത്ര ഉള്ളൂ? സമ്മിന് n ഉണ്ടാവും, ആവറേജിന് ഒരു n ആണ് കട്ട് ചെയ്താൽ മതി. എല്ലാ ഇക്വേഷനും അതേപോലെ ഇരിക്കും. അടുത്തത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ആദ്യത്തെ n ഇരട്ട സംഖ്യകൾ പറഞ്ഞാൽ എങ്ങനെ? 2 4 6 8 10 12 ഇങ്ങനെയാണ് ഇരട്ട സംഖ്യകൾ വരിക. അപ്പം ഇതിൻ്റെ സമ്മും ഇതിൻ്റെ ആവറേജും കാണുന്ന ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ സമ്മും ഇതിൻ്റെ ആവറേജും കാണുന്ന ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ആവറേജ് കാണുന്ന ഇക്വേഷൻ n പ്ലസ് 1 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമ്മ് കാണുന്ന ഇക്വേഷൻ ഇവിടെ ഒരു n ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത് സമ്മ് കാണുന്ന ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ആണ്. n ഇൻറ്റു n പ്ലസ് 1 ആണ് സമ്മ് കാണുന്ന ഇക്വേഷൻ. അപ്പോൾ ആവറേജ് കാണുന്ന ഇക്വേഷൻ ഈ n പറഞ്ഞാൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ n പ്ലസ് 1 ആണ് സമ്മ് കാണുന്ന ഇക്വേഷൻ. നേരത്തെ പറഞ്ഞ അതേപോലെ സമ്മിൽ n കൂടുതലുണ്ടാവും, ആവറേജിൽ ആ n കട്ട് ചെയ്യും. ഓക്കെ, ഇനി അതിൻ്റെ ഇക്വേഷൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇക്വേഷൻ എന്തിനു പറഞ്ഞേ? ഒന്ന് n ഇൻറ്റു n പ്ലസ് 1 മറ്റേത് n പ്ലസ് 1 ഇനി. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് കാണുന്ന ഇക്വേഷൻ? ഇനി n ഇൻറ്റു n പ്ലസ് 1 പറഞ്ഞാൽ സമ്മ് കാണുന്ന ഇക്വേഷൻ, n പ്ലസ് 1 പറഞ്ഞാൽ ആവറേജ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആവറേജ് ഓഫ് ഫസ്റ്റ് ടു 12 ഈവൻ നമ്പർ, 1 മുതൽ 12 വരെയുള്ള ഈവൻ നമ്പറിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അതായത് ആദ്യത്തെ 12 ഈവൻ നമ്പർ ഏതൊക്കെ? 1 മുതൽ ആദ്യത്തെ 12 ഈവൻ നമ്പർ. അപ്പോൾ 2 4 6 8 10 അങ്ങനെ പോയി 22 24 അങ്ങനെ വരെ പോകും. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണാനാണ് പറഞ്ഞത്. ആവറേജ് കാണുന്ന ഇക്വേഷൻ n പ്ലസ് 1 ആയതുകൊണ്ട് 12 എണ്ണമാണ് ഉള്ളത്. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് ഉള്ളത് എന്നാണ്. എത്ര എണ്ണം? 12 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 12 പ്ലസ് 1 അപ്പോൾ 13. ഓക്കെ, 13 ആണ് ആദ്യത്തെ 12 ഈവൻ നമ്പറിൻ്റെ ആവറേജ്. ഓക്കെ, ആദ്യത്തെ 12 ഈവൻ നമ്പറിൻ്റെ ആവറേജ് 13 ആണ്. ഇനി ആദ്യത്തെ 13 ഈവൻ നമ്പറിൻ്റെ ആവറേജ് എത്ര ഇക്കാറും? 14 ഇക്കാറും. അതിക്കടെ 1 കൂട്ടിയാൽ മതി. അതാണ് കണ്ടെത്താനുള്ള ട്രിക്ക്. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ ആവറേജ് ചോദിക്കുകയാണെങ്കിൽ എത്ര എണ്ണമാണ് ഉള്ളത് അതിക്ക് 1 കൂട്ടിയാൽ. അപ്പോൾ ആദ്യത്തെ 15 ഈവൻ നമ്പറിൻ്റെ ആവറേജ് ചോദിക്കുകയാണെങ്കിൽ 16 ആയിരിക്കും. 17 ഈവൻ നമ്പറിൻ്റെ ആവറേജ് ചോദിക്കുകയാണെങ്കിൽ 18 ആയിരിക്കും. 18 ഈവൻ നമ്പറിൻ്റെ ആവറേജ് ചോദിക്കുകയാണെങ്കിൽ 19 ആയിരിക്കും. അതായത് n പ്ലസ് 1 അതിക്ക് 1 കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് ഓഫ് ഫസ്റ്റ് 13 ഈവൻ നമ്പർ, ആദ്യത്തെ 30 ഈവൻ നമ്പറിൻ്റെ സമ്മ്. 30 ആകുമ്പോൾ ഈവൻ നമ്പറിൻ്റെ സമ്മ് ആവറേജ് 31 ആയിരിക്കും. 30 ആകുമ്പോൾ ആവറേജ് 31. ആവറേജ് 35 ഈവൻ നമ്പറിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ എത്രയൊക്കെ? 36. 41 ആവറേജ് ആണ് കാണാൻ പറഞ്ഞത്. അത് 42 ഒരു ആവറേജ്. അതിക്ക് 1 കൂട്ടി കൊടുക്കുക. ഈവൻ നമ്പർ ആകുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം, ഈവൻ നമ്പർ ആകുമ്പോൾ മാത്രം. ഓക്കെ, അടുത്തത് സം ഓഫ് ഫസ്റ്റ് ടു 10 ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അതിൻ്റെ ഇക്വേഷൻ എന്തേനി? ആദ്യത്തെ ഫസ്റ്റ് ഈവൻ നമ്പേഴ്സിൻ്റെ ആദ്യത്തെ 10 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാം. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ആയിരുന്നു ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ 10 ആയതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 10 ആണ്. n ഈക്വൽ ടു 10. അപ്പോൾ 10 ഇൻറ്റു 10 പ്ലസ് 1, അതായത് 10 ഇൻറ്റു 11. അപ്പോൾ എത്ര വരും? 110 വരും. ഓക്കെ, 110 വരും. ഓക്കെ, അടുത്തത് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജും സമ്മും കാണുന്ന ഇക്വേഷനാണ്. നേരത്തെ പറഞ്ഞ അതേപോലെ സമ്മിൽ ഒരു n കൂടുതലായിരിക്കും, ആവറേജിൽ ആ n കട്ട് ചെയ്താൽ മതി. ഓക്കെ, സമ്മിൽ ഒരു n കൂടുതലായിരിക്കും. അപ്പോൾ ആവറേജ് കാണുന്ന ഇക്വേഷൻ, ആവറേജ് ജസ്റ്റ് n മാത്രമാണ്.
പിന്നെ സമ്മ് കാണുന്ന ഇക്വേഷൻ n² ആണ്. അതായത് ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ആദ്യത്തെ 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് 5 തന്നെയാണ്. പക്ഷേ അതിൻ്റെ സമ്മ് എത്ര വരും? സമ്മ് എന്ന് പറഞ്ഞാൽ n², 5² വരും, അതായത് 25 വരും. ഇനി ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് 10 തന്നെയാണ്. അതിൻ്റെ സമ്മ് എത്ര വരും? സമ്മ് എന്ന് പറഞ്ഞാൽ 10² 100 വരും. ക്ലിയർ ആണോ? ഇനി ആദ്യത്തെ 7 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് എത്ര തന്നെയായിരിക്കും? അതിൻ്റെ ആവറേജ് 7 തന്നെയാണ് വരിക. ഇനി അതിൻ്റെ സമ്മ് എത്ര വരിക? ആവറേജ് 7 തന്നെയാണ് വരിക. സമ്മ് 7² ആണ് വരിക. സമ്മ് 7² 49 വരും. ഓക്കെ, സമ്മ് 7² 49 വരും. ഓക്കെ, അപ്പോൾ ഇത്ര പറഞ്ഞു വന്നിട്ടുള്ളൂ. ആദ്യത്തെ എത്ര ഓഡ് നമ്പർ ആണോ അതിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞത്, അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ആ ഓഡ് നമ്പർ തന്നെ ആയിക്കാറും. ആദ്യത്തെ 7 ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ആവറേജ് 7 തന്നെ ആയിക്കാറും, 8 ആണെങ്കിൽ 8 തന്നെ ആയിക്കാറും, 5 ആണെങ്കിൽ 5, 99 ആണെങ്കിൽ 99. ഓക്കെ, പിന്നെ അതിൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ ആ നമ്പറിൻ്റെ നേരെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ 5 തന്നെയാണ്. പക്ഷെ അതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ 25. ഓക്കെ, പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ആവറേജ് ഓഫ് ഫസ്റ്റ് 11 ഓഡ് നമ്പേഴ്സ്, ഫസ്റ്റ് 11 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് തന്നെയാണ്. അപ്പോൾ 11 തന്നെയാണ് ആവറേജ് ഓഫ് ഫസ്റ്റ് 25 എണ്ണത്തിൻ്റെ ആവറേജ് 25 തന്നെയാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് 25ൻ്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 25ൻ്റെ സ്ക്വയർ കാണാം. 25ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 1225 വരും. ഓക്കെ, 1225 വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്, സമ്മാണ് കാരണം പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ്, ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ്. അപ്പോൾ 20 ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് 20², അതായത് n² 20 ആവും. 20² വരുമ്പോൾ 400 വരും. 20² വരുമ്പോൾ 20 × 20 = 400 വരും. ഓക്കെ, ഇനി അടുത്ത ആവറേജ് ഓഫ് ഫസ്റ്റ് 50 ഓഡ് നമ്പേഴ്സ്. ഫസ്റ്റ് 50 ആകുമ്പോൾ എന്ത് വരും? 50 വരുമ്പം സമ്മാണ് കാണാൻ പറഞ്ഞത്. സമ്മ് ആയതുകൊണ്ട് 50² വരും. സമ്മ് ആയതുകൊണ്ട് 50ൻ്റെ സ്ക്വയർ വരും. ഓക്കെ, സമ്മ് ആയതുകൊണ്ട് 50ൻ്റെ സ്ക്വയർ വരും, അതായത് 50 × 50. 50 × 50 പറഞ്ഞാൽ 2500 വരും. ഓക്കെ, അപ്പോൾ സമ്മും ആവറേജും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി വിചാരിക്കാനും സമ്മിൽ ഒരു n കൂടുതലായിരിക്കും. ഓക്കെ, സമ്മിൽ ഒരു n കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം A to B. കോൺസിക്യൂട്ടീവ് നമ്പർ പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം അടുത്തടുത്ത നമ്പറുകൾ. അപ്പോൾ 1, 2, 3, 4 ഇത് കോൺസിക്യൂട്ടീവ് നമ്പർ ആണ്. ഇനി 2, 4, 7 ഇത് കോൺസിക്യൂട്ടീവ് നമ്പർ അല്ല, കാരണം ഇത് അടുത്തടുത്ത നമ്പറാണ്. ഇത് അടുത്തടുത്ത നമ്പറല്ല, അടുത്തടുത്ത നമ്പറാണ് കോൺസിക്യൂട്ടീവിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഫ്രം A to B, അതായത് 1 മുതൽ 10 വരെയുള്ള കോൺസിക്യൂട്ടീവ് നമ്പർ പറഞ്ഞാൽ എന്താ? 1 മുതൽ 10 വരെയുള്ള അടുത്തടുത്ത നമ്പർ. 1 മുതൽ 10 വരെയുള്ള കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ 10 വരെയുള്ള നമ്പർ, അതായത് 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 10 വരെ. ഓക്കെ, അതാണ് കോൺസിക്യൂട്ടീവിൻ്റെ അർത്ഥം, അടുത്തടുത്ത നമ്പർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ a+b/2. ആവറേജ് കാണാനുള്ള ഇക്വേഷൻ a+b/2. a+b/2 ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ സ്വാഭാവികമായിട്ട് എന്തിക്കുക? അതിൻ്റെ മുന്നിൽ ഒരു n ആണ് കൂട്ടി കൊടുത്താൽ മതി. n × a+b/2 n കൂട്ടി കൊടുത്താൽ മതി. n × a+b/2. പക്ഷേ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ b-a+1 ആണ്. ഒന്നുമില്ല, എക്സാമ്പിൾ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എക്സാമ്പിൾ നോക്കി ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. എക്സാമ്പിൾ എന്താ വെച്ചാൽ ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം 10 to 14. ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം 10 to 14, 10 മുതൽ 40 വരെയുള്ള കോൺസിക്യൂട്ടീവ് നമ്പറാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്തേനി? a+b/2. ഓക്കെ, a+b/2 ആയിരുന്നു. a+b/2 പറഞ്ഞാൽ 10 മുതൽ 40 വരെയുള്ള നമ്പർ ആയതുകൊണ്ട് 10
10 പ്ലസ് 40 ഹരിക്കണം 2. 10 പ്ലസ് 40 പറഞ്ഞാൽ 50. 50 ഹരിക്കണം 2, ഉത്തരം 25 കിട്ടും. ആവറേജ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അടുത്ത ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം 56 to 100. 56 മുതൽ 100 വരെയുള്ള നമ്പറിൻ്റെ 56 മുതൽ 100 വരെയുള്ള നമ്പറിന്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ a പ്ലസ് ബി ബൈ 2 ആയിരുന്നു. അപ്പോൾ 56 മുതലായത് കൊണ്ട് 56 പ്ലസ് 100 ഹരിക്കണം 2, അതായത് 156 ഹരിക്കണം 2, ഉത്തരം 78 വരും. ഓക്കെ, ഇനി അടുത്ത് സമ്മ് കാണാനുള്ള ഇക്വേഷൻ. സമ്മിൻ്റെ കാണാനുള്ള ഇക്വേഷൻ എന്ത് ഇനി n ഇൻറ്റു a പ്ലസ് ബി ബൈ 2. സമ്മ് കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു a പ്ലസ് ബി ബൈ 2. ഇതായിരുന്നു സമ്മ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? സമ്മ് ഫസ്റ്റ് ടു 100 വരെയാണ് പറഞ്ഞത്. അപ്പോൾ a ഈക്വൽ ടു 1 ആണ്, b ഈക്വൽ ടു 100 ആണ്. ഇനി n കാണാനുള്ള ഇക്വേഷൻ 100 കുറക്കുക, എന്നിട്ട് അതിക്ക് 1 ആഡ് ചെയ്യുക. b മൈനസ് a പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു a പ്ലസ് ബി ബൈ 2 അതായിരുന്നു സമ്മ് കാണാനുള്ള ഇക്വേഷൻ. അതിൽ n കാണാനുള്ള ഇക്വേഷൻ b മൈനസ് a പ്ലസ് 1 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സമ്മ് ഫ്രം 1 to 100 ആണ്, 1 to 100 ആണ്. ഓക്കെ, അപ്പോൾ n കാണാനുള്ള ഇക്വേഷൻ 100 മൈനസ് 1 പ്ലസ് 1. ഓക്കെ, 100 മൈനസ് 1 99 പ്ലസ് 1 100 തന്നെ വരും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 100 കിട്ടി. ഓക്കെ, ഇനി അടുത്ത് അതിൻ്റെ സമ്മ് എങ്ങനെ കാണാം? സമ്മ് ഈക്വൽ ടു 100 ഇൻറ്റു പിന്നെ a പ്ലസ് ബി. അപ്പോൾ 100 പ്ലസ് 1 ഹരിക്കണം 2. അപ്പോൾ എത്ര വരും? 100 ഇൻറ്റു 101 ഹരിക്കണം 2. അപ്പോൾ 100 ഇൻറ്റു 101 ഹരിക്കണം 2 55 വരും. 100 ഇൻറ്റു 55 പറഞ്ഞാൽ 5500 വരും. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. സമ്മ് കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു a പ്ലസ് ബി ബൈ 2. ആവറേജ് കാണാനുള്ള ഇക്വേഷൻ a പ്ലസ് ബി ബൈ 2. ഒരു n മാത്രം മാറ്റം ഉണ്ടാവും. ഓക്കെ, പിന്നെ അതിൽ എന്നോട് അർത്ഥമാക്കുന്നത് അതിൽ എത്ര നമ്പർ ഉണ്ട് എന്നാണ്. n കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എത്ര നമ്പർ ഉണ്ട് എന്നാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പർ ആണെങ്കിൽ 1 മുതൽ 10 വരെ എത്ര നമ്പർ ഉണ്ട്? 10 നമ്പർ. ഇനി 10 മുതൽ 20 വരെയുള്ള നമ്പർ ആണെങ്കിലോ അത് 10 നമ്പർ. അപ്പോൾ അതങ്ങനെ കണ്ടു. 10 മുതൽ 20 വരെ എത്ര നമ്പറുടെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 20 മൈനസ് 10 പ്ലസ് 1 ആ ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ 20 മൈനസ് 10 പറയുമ്പോൾ 10 വരും, പ്ലസ് 1 10 പ്ലസ് 1 11 നമ്പർ ഉണ്ടാവും. 10 മുതൽ 20 വരെയുള്ള നമ്പർ 11 നമ്പർ ഉണ്ടാവും. അതായത് 20 21 10 മുതൽ 20 വരെയാണ്. അപ്പോൾ 10 11 12 13 14 15 16 17 18 19 20 11 നമ്പർ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ ചെയ്യുന്നത്. ഞാൻ അതേപോലെ വേറൊരു മോഡൽ കാണിച്ചു തരാം. ഇപ്പോൾ 5 മുതൽ 15 വരെ എത്ര നമ്പർ ഉണ്ട്, എത്ര എണ്ണം നമ്പർ ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 15 മൈനസ് 5 പ്ലസ് 1 ഇക്വേഷൻ. അപ്പോൾ 15 5 കുറച്ചാൽ 10 പ്ലസ് 1 11. ഓക്കെ, ഇനി അടുത്തത് 21 മുതൽ 35 വരെ എത്ര നമ്പർ ഉണ്ട് നോക്കാൻ. 21 മുതൽ 35 വരെ എത്ര നമ്പർ ഉണ്ട് നോക്കാൻ. 35 21 കുറക്കുക, എന്നിട്ട് അതിക്ക് 1 കൂട്ടുക. 35 21 കുറച്ചാൽ 14 ആണ്. 14 പ്ലസ് 1 ഈക്വൽ ടു 15. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. എന്നിട്ട് n പ്ലസ് 1 a പ്ലസ് ബി ബൈ 2ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സമ്മ് ഫ്രം 35 to 65. സമ്മ് ഫ്രം 35 to 65 ആണ്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, സമ്മാണ് കാണാനുള്ളത്. അപ്പോൾ n ഇൻറ്റു a പ്ലസ് ബി ബൈ 2 ഇതാണ് ഇക്വേഷൻ. എന്നിൻ്റെ വാല്യൂ അങ്ങനെ കിട്ടുക 35 മുതൽ 65 വരെ ആയതുകൊണ്ട് 65 മൈനസ് 35 പ്ലസ് 1. 65 35 കുറച്ചാൽ 30 കിട്ടും. 30 പ്ലസ് 1 31. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 31 ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 31 ആണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 31. a പ്ലസ് ബി ബൈ 2 എന്ന് പറയുമ്പോൾ 65 പ്ലസ് 35 ബൈ 2. അപ്പോൾ അത് ചെയ്യുമ്പോൾ 31 ഇൻറ്റു 65ക്ക് 35 കൂട്ടിയ 60ക്ക് 30 കൂട്ടിയ 90, പിന്നെ അതിക്ക് 5 കൂട്ടിയ 100. 31 ഇൻറ്റു 100 ബൈ 2.
അതായത് 31 × 50 വരും. അതിൻ്റെ ആൻസർ 1550 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 10, അതായത് 1 മുതൽ 10 വരെയുള്ള ഓഡ് നമ്പർ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ 1 മുതലാണ്, ശ്രദ്ധിക്കണം, 1 മുതലാണ് തുടങ്ങേണ്ടത്. 1 മുതൽ 10 വരെയുള്ള ഓഡ് നമ്പർ, 1 മുതൽ 5 വരെയുള്ള ഓഡ് നമ്പറും അതിൻ്റെ ആവറേജും അതിൻ്റെ സമ്മും കാണുന്ന ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആവറേജ് കാണുന്ന ഇക്വേഷൻ ലാസ്റ്റ് ഓഡ് നമ്പർ പ്ലസ് 1/2. ഓക്കെ, സമ്മ് കാണുന്ന ഇക്വേഷൻ k² ആണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ ആവറേജ് കാണാനാണ് പറഞ്ഞു വിചാരിച്ചോളി. ആവറേജ് കാണുന്ന ഇക്വേഷൻ ലാസ്റ്റ് ഓഡ് പ്ലസ് 1 + 10 ആണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഓഡ് നമ്പർ, 1 മുതൽ 10 വരെയുള്ള ഓഡ് നമ്പർ, അതിൽ ലാസ്റ്റ് ഓഡ് നമ്പർ നമുക്കൊരു ജസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 99, 1 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ ആവറേജ് കാണാം. അതുവരെയുള്ള ഓഡ് നമ്പറിൻ്റെ സംഖ്യ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ഇതാണ്, 99 + 1 ഹരിക്കണം 2, അതായത് 100 ഹരിക്കണം 2 = 50 വരും. ഇനി 1 മുതൽ 49 വരെയാണെങ്കിൽ 49 + 1 ഹരിക്കണം 2, അതായത് 50 ഹരിക്കണം 2 = 25 വരും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 മുതൽ എത്ര വരെയുള്ള ഓഡ് നമ്പറിൻ്റെ ആവറേജ് കാണാനാണോ പറഞ്ഞത്, അപ്പോൾ അതിലെ ലാസ്റ്റ് നമ്പറിലേക്ക് 1 കൂട്ടുക, എന്നിട്ട് അത് നേരെ പകുതിയാക്കുക, അതാണ് പറഞ്ഞത്. ഇനി 1 മുതൽ 39 വരെയാണെങ്കിലോ, 1 മുതൽ 39 വരെയാണെങ്കിൽ എന്ത് ചെയ്യണം? 39 + 1 ഹരിക്കണം 2, അതായത് 40 ഹരിക്കണം 2 = 20. അതാണ് അതിൻ്റെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി അതിൻ്റെ സമ്മ് കാണുന്ന ഇക്വേഷൻ എന്ത് ചെയ്യും? k² ആണ് സമ്മ് കാണുന്ന ഇക്വേഷൻ. k² ആണ് സമ്മ് കാണുന്ന ഇക്വേഷൻ. നമ്മൾ ശ്രദ്ധിക്കണം, k² ആണ് സമ്മ് കാണുന്ന ഇക്വേഷൻ. അതിൽ k എന്ന് പറഞ്ഞാൽ എന്താണ്? k എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഡ് ടേംസ്, എത്ര ഓഡ് ടേംസ് അതിലുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ k = n + 1/2, അതാണ് kൻ്റെ വാല്യൂ കിട്ടാനുള്ള ഇക്വേഷൻ. അത് നമുക്ക് n-ൻ്റെ വാല്യൂ 29 ആണ്, കാരണം സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 29 ആണ്. അപ്പോൾ 29 + 1/2, അപ്പോൾ 29ക്ക് 1 കൂട്ടിയാൽ 30 ഹരിക്കണം 2 15. അപ്പോൾ kൻ്റെ വാല്യൂ നമുക്ക് 15 കിട്ടി. ഓക്കെ, kൻ്റെ വാല്യൂ 15 കിട്ടി. ഇനി അതിൻ്റെ സമ്മ് കാണുന്ന ഇക്വേഷൻ k² ആയിരുന്നു. k² പറഞ്ഞാൽ 15ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ ആകുമ്പോൾ എത്ര വരും? 225 വരും. അതാണ് 1 മുതൽ 29 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ സമ്മ്. ഓക്കെ, 1 മുതൽ 29 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ സമ്മാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത 1 മുതൽ 97 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ സമ്മ്. 1 മുതൽ 97 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ സമ്മ്. അപ്പോൾ ഇക്വേഷൻ k കാണുന്ന ഇക്വേഷൻ 97 + 1 ഹരിക്കണം 2, അപ്പോൾ 98 ഹരിക്കണം 2, അപ്പോൾ എത്ര വരും? 49 വരും. ഇനി അത് k² ആണ് സമ്മ് കാണുന്ന ഇക്വേഷൻ. k² വരുമ്പോൾ 49ൻ്റെ സ്ക്വയർ, അതായത് 49 × 49 = 2401. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പറിൻ്റെ സമ്മ് കാണുന്ന ഇക്വേഷൻ പഠിച്ചു. ഇനി അടുത്തത് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to n. ഈവൻ നമ്പേഴ്സിനാണ് പറയാൻ പോകുന്നത്. ഓഡ് നമ്പറിൻ്റെ പഠിച്ചു. ഇനി അടുത്ത ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to n ആവറേജ് കാണുന്ന ഇക്വേഷൻ ലാസ്റ്റ് ഈവൻ + 2. നേരത്തെ ലാസ്റ്റ് ഓഡ് നമ്പർ + 1/2 ആയിരുന്നു. ഇപ്പോൾ ഈവൻ നമ്പറിനാകുമ്പോൾ ലാസ്റ്റ് ഈവൻ + 2/2. ഇനി അടുത്ത സമ്മ് കാണുന്ന ഇക്വേഷൻ k × k + 1. k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഈവൻ ടേംസ് = n/2. ഓക്കെ, ജസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 60, 1 മുതൽ 60 വരെയുള്ള നമ്പറിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 60 ലാസ്റ്റ് ഈവൻ നമ്പർ + 2/2. അപ്പം 60 + 2/2 62/2 = 31. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 100, 1 മുതൽ 100 വരെയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? 100 + 2 ഹരിക്കണം 2, അപ്പോൾ 102 ഹരിക്കണം 2 = 51. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആണ്. ആവറേജ് കാണാൻ പഠിച്ചു. ലാസ്റ്റ് ഓഡ് നമ്പർ + 2/2, അതാണ് ഈവൻ നമ്പറിൻ്റെ സമ്മ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. അടുത്ത സമ്മ് കാണാനുള്ള ഇക്വേഷൻ k × k + 1 ആയിരുന്നു. k × k + 1 ആയിരുന്നു. അപ്പോൾ k കാണുന്ന ഇക്വേഷൻ
n/2 ആയിരുന്നു. അപ്പം സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 20 ആണ്. 1 to 20 വരുമ്പോൾ k കാണുന്ന ഇക്വേഷൻ 20/2 ആണ്, അതായത് 10 വരും. ഇനി ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 ഇൻറ്റു k + 1 10 കിട്ടി. 20 കെൻ്റെ വാല്യൂ നമുക്ക് 10 കിട്ടിയത്. കെൻ്റെ വാല്യൂ 10 കിട്ടിയോണ്ട് കെൻ്റെ വാല്യൂ 10 കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യണം? k = 10 ഇൻറ്റു 10 + 1. അപ്പം 10 ഇൻറ്റു 11 വരും. അപ്പം 110 കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ഇതേപോലെ തന്നെയാണ് സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 18. 1 to 18 1 മുതൽ 80 വരെയുള്ള നമ്പറിനെ കാണാൻ പറഞ്ഞു. അപ്പോൾ ഇക്വേഷൻ n ഇക്വേഷൻ k ആണ് കാണാൻ പറഞ്ഞത്. k ഇൻറ്റു k + 1 ആയിരുന്നു ഇക്വേഷൻ. k ഇൻറ്റു സമ്മ് കാണുന്ന ഇക്വേഷൻ k ഇൻറ്റു k + 1 ആയിരുന്നു. ഇനി k കാണുന്ന ഇക്വേഷൻ n/2 ആയിരുന്നു. ഓക്കെ, n/2 ആയിരുന്നു. അപ്പോൾ ഇവിടെ 1 മുതൽ 80 വരെ ആയതുകൊണ്ട് n-ൻ്റെ വാല്യൂ 80 ആണ്. 80 ഹരിക്കണം 2 നമുക്ക് 40 കിട്ടി. അപ്പോൾ k-ൻ്റെ വാല്യൂ 40 കിട്ടി. ഓക്കെ, ഇനി ജസ്റ്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. 40 ഇൻറ്റു 40 + 1. അപ്പോൾ എത്ര വരും? 40 ഇൻറ്റു 41 = 1640 വരും. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാണാനുള്ള ഇക്വേഷൻ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n + 1 2n + 1/6. അപ്പോൾ ഇനി ആവറേജ് കാണാനുള്ള ഇക്വേഷൻ സ്വാഭാവികമായിട്ടും എന്ത് ജസ്റ്റ് ഈ n അവിടെ മാറ്റി നിർത്തുക. എന്നിട്ട് അതേപോലെ എഴുതാം. n + 1 2n + 1 n + 1 2n + 1/6. ജസ്റ്റ് ആ n ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. അതാണ് ആവറേജും സമ്മും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അത് പ്രോബ്ലത്തിലേക്ക് പോവാം. ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 1 to 16. 1 to 6 1 മുതൽ 6 വരെയുള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള നമ്പർ വരുമ്പോൾ 1 2 3 4 5 6. ഇനി അതിൻ്റെ സ്ക്വയറിൻ്റെ ആവറേജ് ആണ് ചോദിച്ചത്. സ്ക്വയറിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ എത്ര വരും? 1-ൻ്റെ സ്ക്വയർ 1, 2-ൻ്റെ സ്ക്വയർ 4, 3-ൻ്റെ സ്ക്വയർ 9, 4-ൻ്റെ സ്ക്വയർ 16, 5-ൻ്റെ സ്ക്വയർ 25, 6-ൻ്റെ സ്ക്വയർ 36. ഇനി അതിൻ്റെ ആവറേജ് ആണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആവറേജ് വരുമ്പോൾ എത്ര വരും? അതിൻ്റെ ആവറേജ് ആണ് ചോദിച്ചത്. അപ്പോൾ അത് കാണുന്ന ഇക്വേഷൻ എന്തേനി? n + 1. ആവറേജ് കാണുന്ന ഇക്വേഷൻ n + 1 2n + 1/6 ആണ്. അപ്പോൾ n + 1 വരുമ്പം 6 + 1, 2n + വരുമ്പോൾ 2 ഇൻറ്റു 6 + 1 ഹരിക്കണം 6. അതാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 6 + 1 വരുമ്പം 6 + 1 എന്ന് പറയുമ്പം 6 + 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? അതാണ് ഇവിടെ എഴുതിയത്. 2 ഇൻറ്റു 6 12, 12 + 1 13. അപ്പോൾ 7 ഇൻറ്റു 13 ഹരിക്കണം 6. അപ്പോൾ 91 ഹരിക്കണം 6 വരും. അത് ഏകദേശം 15.17 ആണ് വരിക. ഓക്കെ, അടുത്തതും അതേപോലെ ഇക്വേഷൻ n ഇൻറ്റു n + 1 n ഇൻറ്റു 2n + 1 2n + 1/6 ആണ് ആവറേജ് കാണുന്ന ഇക്വേഷൻ. അടുത്തത് n + 1 വരുമ്പോൾ എത്ര വരും? 1 മുതൽ 10 വരെയാണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ 10. അപ്പോൾ 10 + 1. പിന്നെ 2 ഇൻറ്റു 10 + 1 2 ഇൻറ്റു n + 1 ആണ് എഴുതിയത്. ഹരിക്കണം 6. ഓക്കെ, ഇനി അടുത്തത് എന്ന് വെച്ചാൽ ഹരിക്കണം 6 എഴുതി. ഇനി 10 + 1 എത്ര? 10 + 1 എത്ര വരും? 10 + 1 11 വന്നു. 10 + 1 11. 2 ഇൻറ്റു 10 20, 20 + 1 21, 11 ഇൻറ്റു 21 ഹരിക്കണം 6. അപ്പോൾ 231 ഹരിക്കണം 6 ഏകദേശം 38.5 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതേപോലെ നേരത്തെ അതിൻ്റെ സമ്മ് കാണാൻ പറയാം. അതുവരെ ആവറേജ് ആണ് കണ്ടത്. ഇനി സമ്മ് കാണാൻ എങ്ങനെ വെച്ചാൽ n ഇൻറ്റു n + 1 2n + 1/6 ആയിരുന്നു. ഇവിടെ ജസ്റ്റ് ഒരു n ആഡ് ചെയ്ത് കൊടുക്കുക. n ഇൻറ്റു n + 1 2n + 1/6. അപ്പോൾ 1 മുതൽ 8 വരെയാണ്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷനിൽ ആഡ് ചെയ്ത് കൊടുത്താലും 8 ഇൻറ്റു n + 1 8ക്ക് 1 കൂട്ടിയാൽ 9 n + 1 2n + 1 2 ഇൻറ്റു 8 + 1 2 ഇൻറ്റു 8 16 16 + 1 17 17 ഹരിക്കണം 6. ഇതാണ് വരും. അതിൻ്റെ ഉത്തരം 1224 ഹരിക്കണം 6 വരും. അതിൻ്റെ ഉത്തരം 204 വരും. അപ്പോൾ ജസ്റ്റ് അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് 1 മുതൽ
12 വരെയുള്ള നമ്പർ 1 മുതൽ 12 വരെയുള്ള നമ്പറിൻ്റെ എങ്ങനെ കാണാം എന്നിൻ്റെ ഭാഗത്ത് 12 ഇട്ട് കൊടുക്കുക 12 ഇൻറ്റു 12 പ്ലസ് 1 13 2 ഇൻറ്റു 12 ഇൻറ്റു 1 2 ഇൻറ്റു 12 24 24 പ്ലസ് 1 25 ഹരിക്കണം 6 12 ഇൻറ്റു 13 ഇൻറ്റു 25 3900 കിട്ടും എന്നിട്ട് ഹരിക്കണം 6 3900 ഹരിക്കണം 6 പറഞ്ഞാൽ 650 കിട്ടും ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കേണ്ടി വരും എന്നാലേ കറക്റ്റ് കൺസെപ്റ്റ് മൈൻഡിൽ നിൽക്കുള്ളൂ ഓക്കെ അടുത്ത ഫസ്റ്റ് n മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ എക്സ് ഫസ്റ്റ് n ഇത് കുറച്ച് കൺഫ്യൂഷനാണ് ഫസ്റ്റ് n മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ എക്സ് അപ്പം നോക്കണം ഫസ്റ്റ് n മൾട്ടിപ്പിൾസ് ഇപ്പം ഞാൻ ഇവിടെ വേറെ മോഡൽ ചെയ്താണ് ഫസ്റ്റ് 3 മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ 5 അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 5 ആണ് എന്നിൻ്റെ വാല്യൂ 3 ആണ് എന്നിൻ്റെ വാല്യൂ 3 ആണ് അപ്പോൾ ആവറേജ് കാണുന്ന ഇക്വേഷൻ എക്സ് ഇൻറ്റു n പ്ലസ് 1/2 എക്സ് ഇൻറ്റു n പ്ലസ് 1/2 ഇതാണ് ആവറേജ് കാണുന്ന ഇക്വേഷൻ അപ്പോൾ സമ്മ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആവറേജ് കാണുന്ന ഇക്വേഷൻ അപ്പം സമ്മ് കാണുന്ന ഇക്വേഷൻ എന്ത് ചെയ്യും സമ്മ് കാണാൻ ഇവിടെ എന്നിൻ്റെ അടുത്ത് ഒരു എന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു എന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സമ്മ് കാണുന്ന ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1/2 ആവും ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ആവറേജ് ഓഫ് ഫസ്റ്റ് 15 മൾട്ടിപ്പിൾസ് ഓഫ് 3 അപ്പോൾ ആദ്യത്തെ 15 മൾട്ടിപ്പിൾസ് ഓഫ് 3ൻ്റെ 15 മൾട്ടിപ്പിൾസ് അപ്പോൾ 3 6 9 12 15 അങ്ങനെ പോയി 15 മൾട്ടിപ്പിൾസ് വരുമ്പോൾ 45 വരെ പോകും ഓക്കെ അതിൻ്റെ ആവറേജ് ആണ് കാരണം പറഞ്ഞത് അപ്പോൾ ഇക്വേഷൻ എന്തേനി n ഇൻറ്റു ഇക്വേഷൻ എന്തിന് n ഇൻറ്റു n പ്ലസ് 1/2 ഇക്വേഷൻ എക്സ് ഇൻറ്റു n പ്ലസ് 1/2 n പ്ലസ് 1/2 ആയിരുന്നു ഇക്വേഷൻ എക്സ് എന്ന് പറയുമ്പം ഏതിൻ്റെ മൾട്ടിപ്പിളാണ് അത് നമ്മളിവിടെ ഇട്ട് കൊടുത്തു 3 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പം എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് അപ്പോൾ 15 പ്ലസ് 1 ഹരിക്കണം 2 അതായത് 3 ഇൻറ്റു 15 പ്ലസ് 1 16 ഹരിക്കണം പറയുമ്പോൾ 8 3 ഇൻറ്റു 8 24 വരും ഓക്കെ അതാണ് ആൻസർ ഓക്കെ അതേപോലെ അടുത്ത ആവറേജ് ഓഫ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് ഓഫ് 8 മൾട്ടിപ്പിൾസ് ഓഫ് 8 വരുമ്പം 8ൻ്റെ മൾട്ടിപ്പിൾ 10 8ൻ്റെ മൾട്ടിപ്പിൾ അപ്പോൾ 8 എങ്ങനെ വരും 8 16 അങ്ങനെ പോയി 72 80 ഫസ്റ്റ് 8 എണ്ണമാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യും ഏതിൻ്റെ മൾട്ടിപ്പിളാണ് 8ൻ്റെ മൾട്ടിപ്പിൾ അത് എഴുതി 8 ഇൻറ്റു എത്ര എണ്ണമാണല്ലേ 10 എണ്ണം 10 പ്ലസ് 1 ഹരിക്കണം 2 അതായത് എക്സ് ഇൻറ്റു n പ്ലസ് 1/2 ആ ഇക്വേഷനാണ് അപ്പോൾ 8 ഇൻറ്റു 11 ഹരിക്കണം 2 5.5 8 ഇൻറ്റു 5.5 എണ്ണം 44 വരും ഇതാണ് ആൻസർ ഓക്കെ ഇനി അടുത്തും അതേപോലെ ചെയ്താൽ മതി അടുത്തത് സമ്മാണ് കാണാൻ പറഞ്ഞത് അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ എക്സ് ഇൻറ്റു n പ്ലസ് 1/2 ഇതാണ് സമ്മിൻ്റെ ഇക്വേഷൻ എക്സ് ഇൻറ്റു ജസ്റ്റ് ഒരു n ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ n ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ എക്സ് ഇൻറ്റു n പ്ലസ് 1 അപ്പം ഇതിൽ 12 മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 ആണ് എന്നിൻ്റെ വാല്യൂ 12 ആണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എക്സ് ഇൻറ്റു n ഇൻറ്റു അല്ല അപ്പോൾ 6 ഇൻറ്റു 12 ഇൻറ്റു 12 പ്ലസ് 1 13 ഹരിക്കണം 2 അപ്പോൾ അതിൻ്റെ ഉത്തരം 6 ഇൻറ്റു 12 ഇൻറ്റു 13 ഇൻറ്റു ബൈ 2 അപ്പോൾ 6 ഇൻറ്റു 12 ഇൻറ്റു 13 ഹരിക്കാൻ 2 വരുമ്പോൾ ഏകദേശം 468 വരും കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്താൽ മതി 468 വരും ഏകദേശം ഓക്കെ അടുത്തതും അതേപോലെ ഇക്വേഷൻ n ഇൻറ്റു ഇക്വേഷൻ ഇതാണ് എക്സ് ഇൻറ്റു n പ്ലസ് 1/2 അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്ര വരിക ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇതാണ് ഇപ്പോൾ പറഞ്ഞത് ഇവിടെ എക്സിൻ്റെ വാല്യൂ 7 ആണ് എന്നിൻ്റെ വാല്യൂ 20 ആണ് അപ്പോൾ എങ്ങനെ വരും 7 ഇൻറ്റു 20 പ്ലസ് 1 21 ഹരിക്കണം 2 ഇതിൻ്റെ ഉത്തരം 1470 ഉത്തരം വരും ഓക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ കണ്ടന്റ് മാത്രം പറയണുള്ളൂ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ആവറേജ് കാണാനാണ് പറഞ്ഞത്, താഴെ തന്നിരിക്കുന്ന നമ്പറുകളുടെ ആവറേജ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യണം, നമുക്ക് ആ നമ്പർ ഫുള്ള് കൂട്ടുക, അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ആവറേജ് കാണാനാണ് ആവറേജ് ഈസ് ഈക്വൽ ടു 80 പ്ലസ് 70 പ്ലസ് 90 പ്ലസ് 105 ഹരിക്കണം എത്ര നമ്പറല്ലേ, 1 2 3 4 നമ്പറാണ് ഉള്ളത്. സോറി, ഇവിടെ 5 നമ്പർ ഉണ്ട്. അതായത് ആവറേജ് കാണാൻ ആവറേജ് ഈസ് ഈക്വൽ ടു 68 പ്ലസ് 85 പ്ലസ് 70 പ്ലസ് 90 പ്ലസ് 105 ഹരിക്കണം എത്ര നമ്പറാണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 1 2 3 4 5 നമ്പറാണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടിയാൽ നമുക്ക് 415 കിട്ടും. കൂട്ടണമെന്ന് ഞാൻ പറയാത്ത അതെല്ലാവർക്കും അറിയണതുകൊണ്ടാണ്. അപ്പോൾ 415 ഹരിക്കണം 5, അതാണ് ആവറേജ്. 415 ഹരിക്കണം 5 വരുമ്പോൾ 83 വരും, അതാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആവറേജ് 83 വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് 10 നമ്പേഴ്സ് ഈസ് 550. ഫൈൻഡ് ദെയർ ആവറേജ് നമ്പർ. ഓക്കെ, അപ്പോൾ 10 നമ്പർ ഉണ്ട്. 10 നമ്പറിൻ്റെ സമ്മ് നമുക്ക് തന്നത് 550 അപ്പോൾ ആവറേജ് കാണുന്ന ഇക്വേഷൻ എന്താ, ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ ടോട്ടൽ നമ്പർ. സം ബൈ എത്ര നമ്പറാണ് അതാണ്. അപ്പോൾ സമ്മ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു 550 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. എത്ര നമ്പർ ഉണ്ട്, 10 നമ്പർ ഉണ്ട്. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 0 0 വെട്ടി 55 ഹരിക്കണം 1, ഉത്തരം 55 വരിക. അപ്പോൾ ആവറേജ് നമുക്ക് 55 കിട്ടി. ഓക്കെ, ആവറേജ് 55 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 67. അപ്പോൾ നാച്ചുറൽ നമ്പർ ആകുമ്പം അതിൻ്റെ ആവറേജ് കാണുന്ന ഇക്വേഷൻ n+1/2 ആണ് ആവറേജ് കാണുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ 1 മുതൽ 67 വരെയാണ്. അപ്പം എന്നിൻ്റെ വാല്യൂ എത്ര, 67 ആണ് എന്നിൻ്റെ വാല്യൂ. അപ്പോൾ ജസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം 67 പ്ലസ് 1 ഹരിക്കണം 2, 67 പ്ലസ് 1 68 ഹരിക്കണം 2 ഈക്വൽ ടു 34. 34 ആണ് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, 34 ആണ് ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഓഫ് 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 20. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. അതായത് 7 അടുത്തടുത്ത സംഖ്യകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് 20 ആണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ സംഖ്യയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചത്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ 7 നമ്പറിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ അടുത്തടുത്ത സംഖ്യ, അതായത് 1 2 3 4 ഇങ്ങനെ അടുത്തടുത്ത് പോകുന്ന സംഖ്യയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ 3 5 8 ഇതാണ് കോൺസിക്യൂട്ടീവ് അല്ല, കാരണം അത് അടുത്തടുത്തുള്ള സംഖ്യകളല്ല. അപ്പോൾ അടുത്തടുത്തുള്ള 7 സംഖ്യൻ്റെ ആവറേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് 20 ആണ്. അതിൽ ഏറ്റവും വലിയ നമ്പറാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത നമ്പർ വരുമ്പോൾ ഞാനിപ്പോൾ ഒന്നാമത്തെ നമ്പറിനെ എക്സ് ആക്കിയെടുത്താൽ അടുത്ത നമ്പറിനെ അതിലേക്ക് 1 കൂട്ടിയത് x+1 ആവും. പിന്നത്തെ നമ്പർ x+2 ആവും. പിന്നത്തെ നമ്പർ x+3 അങ്ങനെ പോയി x+6 വരെ എത്തും. ഓക്കെ, അതായത് ഇവിടെ ഇതിനെ എക്സ് ആക്കി എടുത്താൽ ഇതിലേക്ക് 1 കൂട്ടിയതാണ് ഈ 2 x+1. പിന്നെ എക്സ്ക്ക് 2 കൂട്ടിയതാണ് മൂന്നാമത്തെ നമ്പർ x+2. പിന്നെ എക്സിലേക്ക് 3 കൂട്ടിയതാണ് നാലാമത്തെ നമ്പർ x+3. അങ്ങനെ പോയാൽ മതി. ഒന്നുകൂടിയും പറയാം. അപ്പോൾ അതായത് ഫസ്റ്റ് നമ്പറിനെ എക്സ് ആക്കി എടുത്താൽ ഫസ്റ്റ് നമ്പർ എക്സ് ആക്കി എടുത്താൽ അതിക്ക് 1 കൂട്ടിയതാണ് അടുത്ത നമ്പർ. പിന്നെ ഫസ്റ്റ് നമ്പർക്ക് 2 കൂട്ടിയതാണ് മൂന്നാമത്തെ നമ്പർ. ഫസ്റ്റ് നമ്പർക്ക് 3 കൂട്ടിയതാണ് നാലാമത്തെ നമ്പർ. ഫസ്റ്റ് നമ്പർക്ക് 4 കൂട്ടിയതാണ് 5ാമത്തെ നമ്പർ. അങ്ങനെ ഫസ്റ്റ് നമ്പർക്ക് 5 കൂട്ടിയതാണ് 6ാമത്തെ നമ്പർ. ഫസ്റ്റ് നമ്പർക്ക് 6 കൂട്ടിയതാണ് 7ാമത്തെ നമ്പർ. അങ്ങനെ എഴുതി. അപ്പോൾ അതിൻ്റെ ആവറേജ് 20 ആണ്. അപ്പോൾ 7 നമ്പറിൻ്റെ ആവറേജ് 20 ആണ്. അപ്പോൾ 7 നമ്പറിൻ്റെ സമ്മ് എത്ര ഇക്കാരും 7 × 20 ഇക്കാരും 7 × 20 വരുമ്പോൾ 140 വരും. ഓക്കെ, 7 × 20 140 വരും. അപ്പം x+1 x+2 x+3 x+4 x+5 x+6 ഹരിക്കണം 8. അതായത് ആവറേജ് ഈസ് ഈക്വൽ ടു ഇത് ഫുള്ള് കൂട്ടി അതിൻ്റെ എണ്ണം കൊണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത്
അതിൻ്റെ ആവറേജ് 20 തന്നു, സമ്മ് നമുക്ക് 140 കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൽ ഏറ്റവും വലിയ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 120 7x + 21, അതായത് ഇതൊക്കെ പാടെ കൂട്ടിയാലും ഇപ്പോൾ 1x ഇതിൽ 1x ഉണ്ട്, 1x 2x 3x 4x 5x 6x 7x, അപ്പോൾ 7x അത് ഫുള്ള് കൂട്ടിയിട്ട് 7x. പിന്നെ ഞാൻ നമ്പർ കൂട്ടുകയാണ്. അപ്പോൾ 1 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15 15 + 6 21. അപ്പോൾ AX + 21 എന്ന് പറഞ്ഞാൽ 140 ആണ്. AX + 21 140 ആണ്. അപ്പം AX എന്ന് പറയുമ്പോൾ എത്ര വരും? AX വരുമ്പോൾ 140 - 21 140 - 21 പറയുമ്പോൾ 119 വരും. അതായത് ഈ പ്ലസ് സമത്തിൻ്റെ ഇപ്പുറം പോകുന്നപ്പോൾ മൈനസായി. അപ്പോൾ അതുകൊണ്ടാണ് 140 - 21 വന്നത്. അപ്പോൾ AXൻ്റെ വാല്യൂ നമുക്ക് 119 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിൻ്റെ വാല്യൂ പറഞ്ഞാൽ 119 ഹരിക്കണം A. 119 ഹരിക്കണം A എന്ന് പറയുമ്പോൾ 17 കിട്ടും ആൻസർ. 17 കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 17 നമുക്ക് കിട്ടി. അപ്പം ഞാൻ ഏറ്റവും വലിയ നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഏറ്റവും വലിയ നമ്പർ വരുമ്പോൾ ഏതാ വാല്യൂ? ഏറ്റവും വലിയ നമ്പർ വരുമ്പം ഇതല്ലേ, x + 6 അല്ലേ ഏറ്റവും വലിയ നമ്പർ. എക്സിൻ്റെ വാല്യൂ നമുക്ക് 17 കിട്ടി. x + 6 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 17 ആണ്. 17 + 6 17 + 6 വരുമ്പോൾ 23. 23 ആൻസറായിട്ട് വരിക. കണ്ടന്റ് ക്ലിയർ അല്ലേ? അതായത് കോൺസിക്യൂട്ടീവ് വരുമ്പോൾ അടുത്തടുത്ത നമ്പർ, ഇതിൽ എത്ര പോയിൻ്റേ ഉള്ളൂ, കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത നമ്പർ. അപ്പോൾ ഒന്നാമത്തെ നമ്പർ x ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ x + 1, മൂന്നാമത്തെ നമ്പർ x + 2, നാലാമത്തെ നമ്പർ x + 3, അഞ്ചാമത്തെ x + 4, ആറാമത്തെ x + 5, ഏഴാമത്തെ x + 6. അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് നമുക്ക് അതിൻ്റെ ടോട്ടൽ കിട്ടുന്നത് എത്രയും ഒക്കെ പാടെ കിട്ടുന്നത് 140 ടോട്ടൽ കിട്ടേണ്ടിന്. എന്നിട്ട് നമ്മളത് ഫുള്ള് കൂട്ടി. അപ്പോൾ ആദ്യം എക്സിൻ്റെ ടേം കൂട്ടി, പിന്നെ നോർമൽ നമ്പർ കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7x + 21 = 140 അത് കിട്ടി. 7x + 121 140 കിട്ടി. ഓക്കെ, അതിനായിട്ട് അതിൽ 7x കിട്ടാൻ 140 21 കുറച്ചു, അപ്പോൾ 119 കിട്ടി. സ്റ്റെപ്പായിട്ട് ഇവിടെ ഉണ്ട്, ഇത് ശ്രദ്ധിക്കണം. 7x + 21 പറഞ്ഞാൽ 140 കിട്ടി. അപ്പോൾ 7x കാണാൻ 140 21 കുറച്ച്, അപ്പോൾ 119 കിട്ടി. എക്സിൻ്റെ വാല്യൂ കാണാൻ 119 ഹരിക്കണം A = 17. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 17 കിട്ടി. എന്നിട്ട് അത് ഏറ്റവും വലിയ നമ്പറിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. ഏറ്റവും വലിയ നമ്പറിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ x + 6 ആണ് ഏറ്റവും വലിയ നമ്പറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ x + 6 വരുമ്പം x 17 ആണ്. 17 + 6 23. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 10 നമ്പേഴ്സ് ഈസ് 23. ആവറേജ് ഓഫ് 10 നമ്പേഴ്സ് 10 നമ്പറിൻ്റെ ആവറേജ് 23 ആണ്. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 4, ഓരോ നമ്പറും 4 കൂടി. വാട്ട് ഈസ് ദ ന്യൂ ആവറേജ്? എന്തായിരിക്കും ന്യൂ ആവറേജ്? അതായത് ആകെ 10 നമ്പർ ഉണ്ട്. ഓരോ നമ്പറിലും ആകെ 10 നമ്പർ, ഓരോ നമ്പറിൻ്റെ ആവറേജ് 23 ആണ്. പിന്നെ അതിലേക്ക് ഓരോ നമ്പറിലേക്ക് നമ്മൾ 4 കൂട്ടിയാൽ പുതിയ വരുന്ന ആവറേജ് എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോ നമ്പറിലേക്ക് 6 കൂട്ടുമ്പോൾ നിലവിലുള്ള ആവറേജുക്ക് 4 കൂട്ടിയാൽ അത് പുതിയ ആവറേജായി മാറൂലേ? അതായത് പഴയ ആവറേജ് 23 ആണ്. പഴയ ആവറേജ് 23 ആണ്. എല്ലാ നമ്പർക്കും 4 കൂട്ടി, എല്ലാ നമ്പർക്കും +4 ആഡ് ചെയ്തു. അപ്പം പുതിയ ആവറേജ് എന്താവും? 23ക്ക് 4 കൂട്ടിയാവും. 23ക്ക് 4 കൂട്ടിയാണ് പുതിയ ആവറേജ്. എല്ലാ നമ്പർക്കും 4 കൂട്ടുമ്പോൾ ആവറേജിക്ക് 4 കൂട്ടുക, അപ്പോൾ ആവറേജും 27 ആവും. ആവറേജും 27 ആവും. ഓക്കെ, ആവറേജ് 27. ഇവിടെ ചെയ്ത മെത്തേഡ് വേറെയാണ്, നോർമൽ മെത്തേഡാണ്. ജസ്റ്റ് അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ ഗിവൺ ആവറേജ് ഓഫ് 10 നമ്പേഴ്സിൻ്റെ ആവറേജ് നമുക്ക് തന്നത് 23 ആണ്. അപ്പോൾ സമ്മ് എത്ര വരിക? സമ്മ് = 10 × 23. 10 × 23 230 വരും. സമ്മ് 10 × 23 230 വരും. പിന്നെ എല്ലാ നമ്പർക്കും 4 ആഡ് ചെയ്തു. എല്ലാ നമ്പർക്കും 4 ആഡ് ചെയ്തപ്പോൾ എത്ര നമ്പറല്ല? 10 നമ്പറാണുള്ളത്. 10 നമ്പർ 10 നമ്പർക്കും 4 ആഡ് ചെയ്തു. 4 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര കൂടും? 40 ടോട്ടലായിട്ട് കൂടും. 10 നമ്പറിൻ്റെ 10ക്കും 4 ആഡ് ചെയ്യുമ്പോൾ 40 ടോട്ടലായിട്ട് കൂടും. അപ്പോൾ ആകെ നമുക്ക് എത്ര വരിക? ഓൾറെഡി നമുക്ക് 230 ഉണ്ട്. അതിക്ക് എന്ത് ചെയ്യുക? 40 കൂടി കൂട്ടുക. അപ്പോൾ എത്ര വരും? 270. അപ്പോൾ 10 നമ്പറിൻ്റെ നിലവിലെ ടോട്ടൽ നമുക്ക് 270 ആണ്. നിലവിലെ ടോട്ടൽ 270 ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് ചോദിക്കുമ്പോൾ അതാണ് പുതിയ ആവറേജ്. അപ്പോൾ 270 ഹരിക്കണം 10 വരും.
0 വെട്ടി 27 ഹരിക്കണം 1 27 ആവറേജ് ആയിട്ട് വരിക. അതാണ് ഇവിടെ ചെയ്ത മെത്തേഡ്. അപ്പോൾ ഇതിൽ കണ്ടന്റ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാത്തിനും 4 കൂട്ടുമ്പം ആവറേജിക്കും 4 കൂട്ടും. അപ്പോൾ പുതിയ ആവറേജ് കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ എല്ലാത്തിനും 5 കൂട്ടിയതെങ്കിൽ ആവറേജ് എത്ര ആവും? 23ക്ക് 5 കൂട്ടുക 28 ആവും ആവറേജ്. ഇനി എല്ലാത്തിനും 5 കൂട്ടുന്നത് 6 കൂട്ടുന്നതെങ്കിലോ ആവറേജും 23ക്ക് 6 കൂട്ടിയ അപ്പോൾ 29 ആവും. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാത്തിനും കൂട്ടിയാൽ ആവറേജിക്കും കൂട്ടുക, എല്ലാത്തിനും കൂട്ടിയില്ലെങ്കിൽ ആവറേജിക്ക് കൂട്ടാൻ പറ്റൂല. അത് നോർമൽ ഈ മെത്തേഡിൽ ചെയ്യണം. എല്ലാത്തിനും കൂട്ടിയാൽ മാത്രമേ ആവറേജിക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ദ ആവറേജ് ഓഫ് 50 numbers ഈസ് 20 ഇഫ് 2 numbers 37 and 43 ആർ ഡിസ്കാർഡഡ് ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ റിമൈനിങ് നമ്പേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ആകെ ആവറേജ് ഓഫ് 50 നമ്പേഴ്സ് ഉണ്ട്. 50 നമ്പേഴ്സിൻ്റെ ആവറേജ് 20 ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കണം. സമ്മ് എങ്ങനെ? 50 × 20. 50 × 20 എത്ര വരും? 1000 വരും. 1000 വരും. അതിൽ 2 നമ്പർ കുറച്ചു, അതായത് 37 എന്ന് പറഞ്ഞ നമ്പറും 43 എന്ന് പറഞ്ഞ നമ്പറും കുറച്ച്. അപ്പോൾ സമ്മിൽ എത്ര മാറ്റം വരും? 1000 മൈനസ് 37 പ്ലസ് 43. അപ്പോൾ എത്ര വരും? 1000 മൈനസ് 80 വരും. അപ്പം 920 വരും. 920 എത്ര നമ്പറിൻ്റെ ആണ്? 920 വരുമ്പം 50 നമ്പർ ഉണ്ടായത്. 50 നമ്പർ ഉണ്ടായി, അതിൽ 2 എണ്ണം കുറച്ചു, അപ്പോൾ 48 നമ്പർ. 920 പറഞ്ഞാൽ 48 നമ്പറിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? 920 ഹരിക്കണം 48. അപ്പോൾ എൻ്റെ ആൻസർ ഏകദേശം 19.17 വരും. ക്ലിയർ ആണോ? ആകെ 50 നമ്പറാണ് ഉണ്ടായിന്. 50ൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 20 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു, 1000 കിട്ടി. എന്നിട്ട് അതിൽ 2 നമ്പർ ഡിസ്കാർഡ് ഒഴിവാക്കി, 37 43 ഒഴിവാക്കിയത്. അപ്പോൾ ആകെ കിട്ടിയ സമ്മ് 1000 ആണ്. 1000 നിന്ന് 37 43 കുറച്ച്, അപ്പോൾ 1000 നിന്ന് 80 കുറച്ചപ്പോൾ 920 കിട്ടി. 920 എന്ന് പറഞ്ഞാൽ 48 നമ്പറിൻ്റെ സമ്മാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടുകയാണെങ്കിൽ 920 ഹരിക്കണം 48. അപ്പോൾ നമുക്ക് 19.17 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The average of 3 boys is 50 years and their ages are in proportion 3:5:7. What is the age in years of the youngest boy? ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ക്ലാസ്സിൽ 3 boys is 50 years. അതായത് 3 ബോയ്സ് ഉണ്ട്. അവരുടെ ആവറേജ് ഏജ് 3 ബോയ്സ് ആണുള്ളത്. 3 ബോയ്സ് അവരുടെ ആവറേജ് ഏജ് എത്ര? ആവറേജ് ഏജ് 15 ഇയേഴ്സ് ആണ് ഇപ്പോൾ തന്നത്. ആൻഡ് ദെയർ ഏജസ് ആർ ഇൻ ദ റേഷ്യോ 3:5:7. റേഷ്യോ ഇതിലാണ് തന്നത്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ വേറെ പഠിക്കും. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഏജ് ഇൻ ഇയേഴ്സ് ഓഫ് ദ യങ്ങസ്റ്റ് ബോയ്? അപ്പോൾ 3:5:7 നമ്മൾ എങ്ങനെ എഴുതണം? 3x:5x:7x ഇങ്ങനെ എഴുതണം. റേഷ്യോ നേരെ എക്സ് ഇട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അവർ ഏറ്റവും ചെറിയ ബോയിൻ്റെ വയസ്സ് എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ ഇനി ബാക്കി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യും? 3x + 5x + 7x. അതായത് ആകെ വാല്യൂവിനെ കൂട്ടി അതിൻ്റെ എണ്ണം കൊണ്ട് ഇത് എത്ര എണ്ണം ഉള്ളത്? 3 എണ്ണമാണ് ഉള്ളത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 3xക്ക് 5x കൂട്ടിയാൽ 8x, 8xക്ക് ax കൂട്ടിയാൽ 8xക്ക് ax കൂട്ടിയാൽ എത്ര വരും? 8xക്ക് ax കൂട്ടിയാൽ 15x. 15x/3. 15x/3 എത്ര നമുക്ക് ഓൾറെഡി തന്നിക്കണം? ആവറേജ് വയസ്സ് 15 ആണ്. അപ്പോൾ 15 ഓൾറെഡി തന്നിക്കണം. അപ്പോൾ 15x/3 15 നമുക്ക് ഓൾറെഡി തന്നിക്കണം. ഓക്കെ, സോറി അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് 3 ബോയ്സ് ഇവിടെ നിന്ന് കട്ട് ചെയ്യണേ. അല്ല ഇപ്പം വേണ്ട, പിന്നെ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഏജ് ഓഫ് 3 boys ഈസ് 50 years ആൻഡ് ദെയർ ഏജസ് ആർ ഇൻ ദ പ്രൊപ്പോർഷൻ 3:5:7. വാട്ട് ഈസ് ദ ഏജ് ഇൻ ഇയേഴ്സ് ഓഫ് ദ യങ്ങസ്റ്റ് ബോയ്? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്ര തന്ന് 3 ബോയ്സ് ഉണ്ട്. ആവറേജ് ഏജ് ഓഫ് 3 boys. 3 ബോയ്സ് ഉണ്ട്. 3 ബോയ്സിൻ്റെ ആവറേജ് ഏജ് എത്ര? 15 ഇയേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിക്കണം. അവരുടെ റേഷ്യോ, വയസ്സിൻ്റെ റേഷ്യോ 3:5:7 ആണ്. അപ്പോൾ നമ്മൾ റേഷ്യോ നമ്മൾ വേറെ പഠിക്കും, വേറെ ടോപ്പിക്കായിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ 3:5:7 നമ്മൾ 3x:5x:7x അങ്ങനെ എഴുതണം. ഓക്കെ, റേഷ്യോൻ്റെ നേരെ എങ്ങനെ എഴുതണം? റേഷ്യോൻ്റെ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും.
ഓക്കെ. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആവറേജിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യും? ആവറേജിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ബൈ സം ബൈ നമ്പർ അല്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് 3x പ്ലസ് 5x പ്ലസ് 7x ബൈ അതിൻ്റെ നമ്പർ, ഇത് 3 എണ്ണാണുള്ളത്. അത് ഓൾറെഡി എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിക്കണം? 15 ക്വസ്റ്റ്യനിൽ തന്നിക്കണം. ഓക്കെ. പിന്നെ 3x പ്ലസ് 5x പ്ലസ് 7x, 3xക്ക് 5x കൂട്ടിയാൽ 8x, 8xക്ക് ax കൂട്ടിയാൽ 15x. അതായത് 3x പ്ലസ് 5x പ്ലസ് 7x എത്രയും 15x ആണ്. 15x ബൈ 3 ഈക്വൽ ടു 15. ഓക്കെ, ഡൗട്ടില്ലല്ലോ. അതായത് 15x ബൈ 3 ഈക്വൽ ടു 15 ആണ്. അപ്പോൾ 15xനെ ഞാൻ ഇവിടെ തന്നെ നിർത്തി. ഈ ബൈ 3 ഹരിക്കണം 3 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഇൻറ്റു 3 ആവും. ഓക്കെ. അപ്പോൾ 15x ഈക്വൽ ടു 15 ഇൻറ്റു 3, 15 ഇൻറ്റു 3 45 വരും. ഓക്കെ. 15x പറഞ്ഞാൽ 45 അതായത് 15x ഈക്വൽ ടു 45. അതുവരെ നമുക്ക് കിട്ടി. 15x ഈക്വൽ ടു 45. ഓക്കെ. 15x ഈക്വൽ ടു 45. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കാണാം? എക്സ് ഈക്വൽ ടു ഈ ഇൻറ്റു 15നെ സമത്തിന് ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 15 ആവും. ഓക്കെ. അപ്പം എക്സ് ഈക്വൽ ടു 45 ഹരിക്കണം 15. 45 എത്ര 15 ഉണ്ട്? 3 15 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 കിട്ടി. നമ്മളോട് ചോദിച്ചത് ഏറ്റവും യങ്ങസ്റ്റ് ബോയ്, ചെറിയ കുട്ടിൻ്റെ ഏറ്റവും ചെറിയ ആൺകുട്ടിയുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ യങ്ങസ്റ്റ് ബോയിൻ്റെ ഇക്വേഷൻ 3x ഈസ് ടു 5x ഈസ് ടു 7x കഴിഞ്ഞു. 3x ഈസ് ടു 5x ഈസ് ടു 7x ആയിരുന്നു. ഇതിൽ ഏറ്റവും യങ്ങസ്റ്റ് ഏത് വരിക? 3x ആണ് ഏറ്റവും ചെറുതായിട്ട് വരിക. ചെറിയ കുട്ടി 3x ആണ് വരിക, ചെറിയ നമ്പർ. ഓക്കെ. അപ്പോൾ അതെങ്ങനെ എഴുതി വെച്ചാൽ 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു എക്സ് ആണ്. അതായത് 3 ഇൻറ്റു 3, എക്സിൻ്റെ വാല്യൂ 3 ആണ്. 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9 ആണ് വരിക. അപ്പോൾ ചെറിയ കുട്ടീൻ്റെ വയസ്സ് 9 ആണ് വരിക. ഓക്കെ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി മനസ്സിലാക്കാനും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 7 ബോയ്സ് ഈസ് 56 kg. ദ ഇൻഡിവിജ്വൽ വെയിറ്റ് of 6 of them 52, 57, 55, 60, 59 and 55. Find the weight of the 7th boy. Question ഇത്രേ ഉള്ളൂ. ആകെ 7 ബോയ്സ് ഉണ്ട്, 7 ബോയ്സിൻ്റെ ആവറേജ് വെയിറ്റ് 56 തന്നിക്കണം. അപ്പോൾ അതിൻ്റെ സമ്മത്ര 7 ബോയ്സിൻ്റെ 56 ആവറേജ് ഏജ്. അപ്പോൾ സമ്മ് 7 ഇൻറ്റു 56, 392 വരും. 392 വരും. പിന്നെ അതിൽ 6 ആൾക്കാരുടെ ഇൻഡിവിജ്വൽ വെയിറ്റ് തന്നിക്കണം. 6 ആൾക്കാരുടെ ഇൻഡിവിജ്വൽ വെയിറ്റ്. ഇപ്പോൾ ഈ തന്നത് 7 ആൾക്കാരുടെ ടോട്ടലാണ്. ഇനി 6 ആൾക്കാരുടെ ഇൻഡിവിജ്വൽ വെയിറ്റ് ഇങ്ങനെ കാണുക. 6 ആൾക്കാരുടെ 52 പ്ലസ് 57 പ്ലസ് ഇത് ഫുള്ള് കൂട്ടുക കേട്ടോ. 57 പ്ലസ് 55 പ്ലസ് 60 പ്ലസ് 59 പ്ലസ് 55 ഇതൊക്കെ പാടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും? 338 കിട്ടും. അതായത് 7 ആൾക്കാരെ ആകെ വയസ്സ് 392, 6 ആൾക്കാരെ ആകെ വയസ്സ് 338 ആണ്. അപ്പോൾ ബാക്കി ഒരാളെ വയസ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ബാക്കി ഒരാളെ വയസ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 7 ആൾക്കാരെ വയസ്സെന്ന് 6 ആൾക്കാരെ വയസ്സ് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 7 ആൾക്കാരെ വയസ്സ് 392 ആണ്. അതിൽ നിന്ന് 338 കുറയ്ക്കാം. 338 കുറക്കുമ്പോൾ നമുക്ക് 54 കിട്ടും. ഇതാണ് 7ാമത്തെ ആളെ വയസ്സ്. ഓക്കെ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 7 ആൾക്കാരുടെ വയസ്സിൻ്റെ ആവറേജ് 56 ആണ്. അപ്പോൾ 7 ആൾക്കാരുടെ വയസ്സിൻ്റെ ടോട്ടൽ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 56 ഇൻറ്റു 7. 56 ഇൻറ്റു 7 ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 392 കിട്ടി. പിന്നെ 6 ആൾക്കാരെ ഇൻഡിവിജ്വൽ വെയിറ്റ് തന്നിക്കണം. ഓരോ 6 ആൾക്കാരും വെയിറ്റ് തന്നിക്കണം. ആ വെയിറ്റ് ഒക്കെ പാടെ നമ്മൾ കൂട്ടുക. ആ 6 ആൾക്കാരെ വെയിറ്റ് കൂട്ടിയപ്പോൾ 338 ആൻസർ കിട്ടി. അപ്പോൾ 7 ആൾക്കാരെ സമ്മ് 392, 6 ആൾക്കാരെ സമ്മ് 338 ആണ്. അപ്പോൾ ആ 7 ആൾക്കാരെ സമ്മെന്ന് 6 ആൾക്കാരെ സമ്മ് മൈനസ് ചെയ്താൽ നമുക്ക് ആ ലാസ്റ്റത്തെ ആളെ വെയിറ്റ് കിട്ടും. അപ്പോൾ 392 എന്ന് 338 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 54 കിട്ടി. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഏജ് ഓഫ് എ സെറ്റ് ഓഫ് 1000 എംപ്ലോയീസ് ഇൻ ആൻ IT കമ്പനി ഈസ് 23,000. വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് എ സിംഗിൾ എംപ്ലോയി? ഓക്കെ. 1000 എംപ്ലോയീസ് ഉണ്ട്. അതിലെ 1000 എംപ്ലോയീസിൻ്റെ ആകെ ഏജ് 23,000 ആണ്. ഓക്കെ. അതായത് 1000 എംപ്ലോയീസ് ഉണ്ട്. 1000 എംപ്ലോയീസിൻ്റെ എല്ലാവരുടെ വയസ്സും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി?
എല്ലാവരുടെ വയസ്സും കൂടി കൂട്ടിയപ്പം 23,000 കിട്ടി. 23,000. അപ്പോൾ ആവറേജ് ഏജ് എത്രയാണെന്ന് ചോദിച്ചു. ആവറേജ് കാണണമെങ്കിൽ എന്താ, ടോട്ടൽ സം ബൈ ആവറേജ് കാണുന്ന ഇക്വേഷൻ ടോട്ടൽ സം ബൈ നമ്പർ അല്ലേനോ, ടോട്ടൽ സം ബൈ നമ്പർ ആയിരുന്നു. അപ്പോൾ ടോട്ടൽ സമ്മ് നമുക്ക് 23,000 ആണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിക്കണം. അത് 1000 ആൾക്കാരതാണ്. അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വെട്ടി ഇതും വെട്ടി അപ്പോൾ 23 ഡിവൈഡഡ് ബൈ 1 ആണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഉത്തരം 23 ആണ്. അപ്പോൾ ഓരോരുത്തർ ഒരു ആവറേജ് വയസ്സ് 23 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഏജ് ഓഫ് 5 men ഈസ് 40. അതായത് 5 മെന്നിൻ്റെ 5 ആണുങ്ങളെ ആവറേജ് വയസ്സ് 40 ആണ്. ദ ആവറേജ് ഓഫ് 5 വുമൻ്റെ ആവറേജ് വയസ്സ് 39 ആണ്. ഓക്കെ. ദ ആവറേജ് ഏജ് ഓഫ് ദെയർ 4 children ഈസ് 50. 4 കുട്ടികളുണ്ട്, 4 ചിൽഡ്രൻ്റെ 15 ആണ്. വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലിൻ്റെ ആവറേജ് ഏജ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആവറേജ് ഏജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് എല്ലാവരുടെ വയസ്സും കൂട്ടണം. അതായത് 5 മെന്നിൻ്റെ ആവറേജ് ഏജ് എത്ര, 40 ആണ്. അപ്പോൾ 5 മെന്നിന് കൂടി ആകെ എത്ര ഉണ്ടാവും, ആവറേജ് ഏജ് 40 ആണ്. 40 × 5 എത്ര, 200 ആണ്. അതേപോലെ 5 വുമൻ്റെ എന്താ ഉണ്ടാവും, 5 × 39 ചെയ്താൽ 195 കിട്ടും. പിന്നെ 4 കുട്ടികളാണുള്ളത്. 4 കുട്ടികളാകുമ്പോൾ 4 × 15, കുട്ടികളുടെ 15 ആയതുകൊണ്ട് 4 × 15 എത്ര കിട്ടും, 4 × 15 60 കിട്ടും. അപ്പോൾ 5 മെന്നിൻ്റെത് ആവറേജ് വയസ്സ് 40 ആയിരുന്നു. അപ്പോൾ 5 മെന്നിന് കൂടി ആകെ 200 ആവും. 5 × 40 ചെയ്താൽ മതി. പിന്നെ 5 വുമൻ്റെത് ഓരോ വുമൻ്റെയും ആവറേജ് വയസ്സ് 39 ആയിരുന്നു. അപ്പോൾ ആകെ വുമൻ്റെ വയസ്സ് കിട്ടാൻ 5 × 39 195 കിട്ടി. ഓക്കെ. പിന്നെ 4 ചിൽഡ്രൻ ആണുള്ളത്. ഓരോ ചിൽഡ്രനും 15 വയസ്സായിരുന്നു ആവറേജ്. അപ്പോൾ 4 ചിൽഡ്രൻസ് കൂടി 4 × 15 ചെയ്തു, അത് 60 കിട്ടി. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ആകെപ്പാട് ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പാടെ കൂട്ടുക. മെന്ന് പ്ലസ് വുമണ് പ്ലസ് ചൈൽഡ്, എന്നിട്ട് അത് കൂട്ടുക. എന്നിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മെന്നിൻ്റെ വയസ്സ് എത്ര, മെന്നിൻ്റെ വയസ്സ് നമുക്ക് 200 ആണ് കിട്ടിയത്. 200 പ്ലസ് വുമൻ്റെത് 195 പ്ലസ് പിന്നെ കുട്ടികളുടെ. എന്നിട്ട് അടിയിൽ ആകെ എണ്ണം പറഞ്ഞാൽ എത്ര ഐറ്റംസ് ഇതിലുണ്ട്. ഒരു മെന്ന് വുമണ് ചിൽഡ്രൻ 3 ഐറ്റാണുള്ളത്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 200 പ്ലസ് 195 പ്ലസ് 60 എത്ര കിട്ടും, 455 ഹരിക്കണം 5 വരും. 455 ഹരിക്കണം 5, ആൻസർ 91 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ. ഡിവൈഡഡ് ബൈ 3 ആണ്, കാരണം 3 ഐറ്റംസ് ആണ്. അതായത് മെന്ന് വുമണ് ചിൽഡ്രൻ 3 കാറ്റഗറി ആണുള്ളത്. അതുകൊണ്ടാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഏജ് ഓഫ് 20 men ഈസ് 50. ദ ആവറേജ് ഏജ് ഓഫ് ദെയർ വൈഫ്സ് ഈസ് 44. അതായത് 20 മെന്നുണ്ട്, 20 പുരുഷന്മാരുണ്ട്. അവരുടെ ആവറേജ് വയസ്സ് 50 ആണ്. അവരുടെ വൈഫ് പറയുമ്പം 20 വൈഫ് ഉണ്ടാവുമല്ലോ. 20 വൈഫിൻ്റെ ആവറേജ് വയസ്സ് 44 ആണ്. അതിൽ 3 കപ്പിൾസിന് 3 കപ്പിൾസ് എമംഗ് ഹൗ 2 ചിൽഡ്രൻ, 2 കുട്ടികളാണുള്ളത്. ബാക്കി കപ്പിൾസ് വരുമ്പോൾ ബാക്കി 17 കപ്പിൾസ് ഉണ്ടാവും. ബാക്കി കപ്പിൾസിന് ഓരോ കുട്ടികളാണ് ഉള്ളത്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ദ ആവറേജ് ഏജ് ഓഫ് ഈച്ച് ചൈൽഡ് ഈസ് 19 ഇയേഴ്സ്. ഓരോ കുട്ടീൻ്റെ ആവറേജ് വയസ്സ് 19 ആണ്. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ഫാമിലിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആകെ 20 മെന്നാണുള്ളത്. അവരുടെ ആവറേജ് വയസ്സ് 50 ആണ്. 20 മെന്നും ആവറേജ് വയസ്സ് 50 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 20 × 50 ചെയ്തു. ആകെ മെന്ന് 20, ആവറേജ് വയസ്സ് 50 ആണ്. അപ്പം 20 × 50 എനിക്ക് 1000 കിട്ടി. മെന്നിൻ്റെ ആകെ വയസ്സ് 1000 ആണ്. ഓക്കെ. ഇനി അടുത്തത് വുമൻ്റെതും അതേപോലെ 44 ആണ്. 20 വുമൺ ഉണ്ട്. കാരണം വൈഫായതുകൊണ്ട് 20 ആണുങ്ങളുണ്ടെങ്കിൽ 20 പെണ്ണുങ്ങളും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 20 വൈഫിൻ്റെ 20 വുമൻസിൻ്റെ ആകെ ഏജ് 20 × 44, അപ്പോൾ 880 നമുക്ക് കിട്ടി. അപ്പോൾ അതും കിട്ടി. പിന്നെ പറഞ്ഞത് 3 കപ്പിൾസ് എമംഗ് ദം ഹാവ് 2 ചിൽഡ്രൻ. 2 കപ്പിൾസിന് 3 കുട്ടികളാണുള്ളത്. 3 കപ്പിൾസിന് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം 3 കപ്പിൾസാണ്, 2 കുട്ടികൾ. അപ്പോൾ 2 + 2 + 2 6. അപ്പോൾ 2 × 3 ഇവിടെ ചെയ്ത് 2 × 3 ആകെ 20 ഫാമിലി. അതിൽ 3 ഫാമിലിക്ക് 2 കുട്ടികളും ബാക്കി 17 ഫാമിലിക്ക് 1 കുട്ടിയാണുള്ളത്.
അപ്പോൾ ബാക്കി 17 ഫാമിലിക്ക് ഒരു കുട്ടി, അപ്പോൾ 17. അപ്പോൾ ആകെ ചിൽഡ്രൻ പറഞ്ഞാൽ 23 ചിൽഡ്രൻ ഉണ്ടാവും. അതായത് 3 കപ്പിൾസിന് 2 കുട്ടികളാണുള്ളത്. 17 കപ്പിൾസിന് ഓരോ കുട്ടികളും. അപ്പോൾ ഇവിടെ ആകെ കുട്ടികൾ 6 വരും, ഇവിടെ ആകെ കുട്ടികൾ 17 വരും. അപ്പോൾ ആകെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും? ടോട്ടൽ 17 + 6 = 23. അപ്പോൾ ആകെ 23 കുട്ടികൾ. അപ്പോൾ 20 മെന്ന്, 20 വുമണ്, 23 ആകെ കുട്ടികൾ. ഇതാണ് ഇപ്പോൾ ടോട്ടലായിട്ടുള്ളത്. ഇനി അതിൻ്റെ ആവറേജാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. മെന്നിൻ്റെത് 1000, വുമൻ്റെത് 880 ആണ്. പിന്നെ ഓരോ ചിൽഡ്രൻ്റെ ആവറേജ് വയസ്സ് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നത്. ചിൽഡ്രൻ്റെ ആവറേജ് വയസ്സ് 19 ആണ്. അതിൻ്റെ എണ്ണം കൗണ്ട് എത്ര? കുട്ടികളുടെ എണ്ണം എത്ര? 23 ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് എത്ര? സമ്മ് 23 × 19 ചെയ്യേണ്ടി വരും. 23 × 19 പറഞ്ഞാൽ 437 വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? മെന്നിൻ്റെ ടോട്ടൽ ഏജ് കണ്ടുപിടിച്ചു, വുമൻ്റെ ടോട്ടൽ ഏജ് കണ്ടുപിടിച്ചു. മെന്നിൻ്റെ ടോട്ടൽ ഏജാണ് ഇവിടെ 1000, വുമൻസിൻ്റെ 880, പിന്നെ ചിൽഡ്രൻ്റെ 437. ഇനി അതിൻ്റെ ആവറേജ് ഏജ് എങ്ങനെ കാണാം? ഫാമിലിൻ്റെ ആവറേജ് ഏജ് എങ്ങനെ കാണാം? ഇതൊക്കെ പാടെ കൂട്ടുക. 1000 + 880 + 437. എത്ര ഫാമിലി അവിടെ അല്ലേ? ഫാമിലിൻ്റെ എണ്ണ ചോദിച്ചത്. അപ്പോൾ 20 കപ്പിൾസ് ആയിട്ടുള്ള ഫാമിലി അവിടെ അല്ലേ? അപ്പോൾ ഹരിക്കണം 20. അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടിയാൽ ഇതിന് 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 115.85 കിട്ടും. 115.85 കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ ഓഫ് 4? അതായത് ആദ്യത്തെ 6, നേരത്തെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 4 ആണ്. എന്നിൻ്റെ വാല്യൂ ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ, എന്നിൻ്റെ വാല്യൂ എത്ര? എന്നിൻ്റെ വാല്യൂ 6 ആണ്. നേരത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോർമൽ മെത്തേഡിലാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ ഓഫ് 4 പറഞ്ഞാൽ 4, 8, 12, 16, 20, 24. അപ്പോൾ അത് ഫുള്ള് കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഫുള്ള് 4 + 8 + 12 + 16 + 20 + 24 നമുക്ക് 84 കിട്ടും. എന്നിട്ട് അത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് ഉത്തരം 14 കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ, x × n × n+1/2 പറഞ്ഞ ഒരു ഇക്വേഷൻ നേരത്തെ പഠിച്ചാണ്. ഫസ്റ്റ് 6 മൾട്ടിപ്പിൾ ഓഫ് 4 എന്നുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താലും ഈ ആൻസർ കിട്ടും. ഇവിടെ നോർമൽ മെത്തേഡിലാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 30? ഓക്കെ, അതായത് ഓഡ് നമ്പേഴ്സ്, അതായത് 1 മുതൽ 30 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചു. ഓഡ് നമ്പറിൻ്റെ ആവറേജ് കാണുന്ന ഇക്വേഷൻ ലാസ്റ്റ് ഓഡ് നമ്പർ +1/2. ഓക്കെ, അപ്പോൾ 1 മുതൽ 30 വരെയുള്ള ഓഡ് നമ്പറിൽ ഏറ്റവും ലാസ്റ്റ് ഓഡ് നമ്പർ ഏതാ? 30 ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 29 ആണ് ലാസ്റ്റ് ഓഡ് നമ്പർ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. 29 ലാസ്റ്റ് ഓഡ് നമ്പർ ആയതുകൊണ്ട് 29 + 1/2. അപ്പോൾ 29 + 1 പറഞ്ഞാൽ 30, 30/2, 30/2 പറഞ്ഞാൽ 15. 15 ആണ് 1 മുതൽ 30 വരെയുള്ള ഓഡ് നമ്പറിൻ്റെ ആവറേജ്. ഓക്കെ, ഇന്നത്തെ ഈ ചാപ്റ്റർ, ഈ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോപ്പിക്ക് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഇക്വേഷൻ അത്യാവശ്യം പഠിക്കണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ബാക്കി നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാം. പഠിക്കണം. എക്സാമിന് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിലോ വാട്സപ്പിലോ ചോദിക്കുക, ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.